ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ട് അമൃതപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ചൂടുള്ള ടൈമിൽ ദാഹമൊന്നും ഇല്ലാതിരിക്കാൻ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡാണ്, അതുപോലെ തന്നെ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് അമൃത ന്യൂട്രിയൻസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ അമൃതപ്പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഇതാ ഇത്രയും മതി. അമൃതപ്പൊടിയുടെ ഒരു പച്ചമണം ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് പാലൊഴിച്ച് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മാറ്റി വെച്ച വറുത്ത അമൃതപ്പൊടിയിലോട്ട് കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് സാവോനരി ചേർത്ത് കൊടുക്കാം, അതായത് ചൊവ്വരിയെ അത് ചേർത്ത് കൊടുക്കുക. 5 ടേബിൾ സ്പൂൺ ചൊവ്വരി 3 മണിക്കൂർ കുതിർത്ത് വെച്ച് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ല വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫാക്കിയ ശേഷം നേന്ത്രപ്പഴം ചെറുതായിട്ട് നുറുക്കിയതിട്ട് കൊടുക്കാം. പിന്നെ ഒരു മാങ്ങ ഞാൻ ചെറുതായിട്ട് നുറുക്കിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുന്തിരിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സാണ് ഉള്ളത് അതെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ അമൃതപ്പൊടി കൊണ്ടുള്ള ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാൻ. അപ്പോൾ ഇത് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം കൊടുക്കുക. അങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് തണുപ്പിച്ച ശേഷം ഇതാ ഗ്ലാസ്സിലോട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അമൃതപ്പൊടി കൊണ്ടുള്ള ഫ്രൂട്ട് സാലഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.